ഞാൻ വായിച്ചൊരു സാധനമാണ്. ഒരു മകൻ എന്ന നിലയിൽ ദുൽഖർ സൽമാൻ ഒരു തോൽവിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രായമായ വാപ്പാനെ ഇപ്പോഴും പണിക്ക് വിടുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു പടം നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ മകനാണ് മമ്മൂക്ക എന്നേ നമുക്ക് തോന്നുള്ളൂ. കാരണം ആക്ഷൻ സീക്വൻസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് ഒരു ചെയ്ത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു 72കാരൻ്റെ ഒരു ഫൈറ്റ് സീൻസ് അല്ല നിങ്ങൾ ആ ഒരു പടത്തിൽ കാണുക എന്നുള്ളതിന് 100% ഗ്യാരണ്ടിയാണ്. ഒരുപാട് ഇടുക്കിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുള്ള എനിക്ക് ഈ ഒരു ചിത്രം ഒരുപാട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിൽ എഴുത്തും കാര്യങ്ങളെല്ലാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിക്കാർക്ക് അച്ചായന്മാർക്ക് പൊതുവേ ഉള്ള ചില ശീലങ്ങളുണ്ട്. ആ സംഭവങ്ങൾ, ആ ഒരു കൂട്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന, എന്തിലേക്കും എടുത്തു ചാടുന്ന സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുള്ള നമുക്ക് ടർബോ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ നല്ല രീതിക്ക് ചിത്രീകരിച്ചും വെച്ചിട്ടുള്ള ഒരു പടമാണ് ടർബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ടർബോ ജോസിൽ മമ്മൂക്കയുടെ ഔട്ട് ആൻഡ് ഔട്ട് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണാവുന്നതാണ്. മറ്റൊരുപാട് ക്യാരക്ടേഴ്സും സംഭവങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ എങ്കിലും ഒരു പടം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലാകെപ്പാട് ഉണ്ടാകുന്നത് മമ്മൂക്ക മാത്രമായിരിക്കും. വേറെ ആർക്കും അതിനകത്തൊരു സ്ഥാനമില്ല. കാരണം പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ബാക്കി അതിനകത്തുള്ള കഥാപാത്രങ്ങളും ബാക്കി സംഭവങ്ങളും എല്ലാം, ഈവൻ ആ വില്ലൻ വരെ എന്ന് പറഞ്ഞാൽ ടോബിയിലൊക്കെ ഈ ഷെട്ടിച്ചേട്ടൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഫാനായിട്ടുള്ള ഒരാളാണ് ഞാനൊക്കെ. പക്ഷേ ഇതിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മൂപ്പർക്ക് ഒരു പെർഫോമൻസിൻ്റെ ഒരു സ്പേസ് ഇച്ചിരി കുറഞ്ഞു എന്നൊരു, പെർഫോമൻസിൻ്റെ സ്പേസ് കുറഞ്ഞല്ല, ആ ആളെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വളരെയധികം അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആളുടെ പെർഫോമൻസ് ആ ഒരു പഴയ ലെവലിലേക്ക് അത്ര കട്ടയായിട്ട് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും ഒരു പവർ പാക്ഡ് പടമാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ഒരു രക്ഷയില്ലാത്ത കട്ട ഫൈറ്റുകൾ നിങ്ങൾക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ ഒരു ഫൈറ്റുള്ളൊരു പടം മലയാള സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി. RDX ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. RDX ഫൈറ്റ് വേറെ തരത്തിലായിരുന്നു, ഇതിലെ ഫൈറ്റ് വേറെ തരത്തിലാണ്. പിന്നെ കമ്പയർ ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യമാണ് അതിൻ്റെ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൽ അത് എന്താ പറയുക, ചില കേസിൽ നമ്മൾ പറയില്ലേ പിള്ളേർ നന്നായിട്ട് ചെയ്തു, പിള്ളേരുടെ സംഭവങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് കാർന്നവന്മാർ കയറി വരുന്ന ഒരു സംഭവമുണ്ട്. കാർന്നവന്മാർ കയറി വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കേസിൽ ആ കാരണവരായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു അവതാരമാണ് ടർബോ ജോസിനകത്ത് മമ്മൂക്കയുടേത്. അപ്പോൾ ഫൈറ്റ്സൊക്കെ നമുക്ക് പുല്ലാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇനി എപ്പോഴാണോ എന്തോ അണ്ണനും ഇതേപോലത്തെ ഒരു പടമായിട്ട് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അവസാനം ഒരു മാസ്മരികമായൊരു ശബ്ദം നമ്മൾ തേടിയെത്തുന്നുണ്ട്. ആ മാസ്മരികമായൊരു ശബ്ദം മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ശബ്ദമാണ്. അത് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡായിട്ടാണ് അവിടെ നിൽക്കുന്നത്. മേ ബി ഒരു സെക്കൻഡ് പാർട്ട് വരാം. അപ്പം അത് വന്നാൽ അതൊരു കട്ട പടമായിരിക്കും. കട്ട മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് കൊലമാസമായിട്ടുള്ളൊരു പടമായിരിക്കും. അതുപോലെ ഒരു പടം മലയാളത്തിൽ ഒരു പക്ഷേ പിന്നീട് ഉണ്ടായില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ട രീതിയിലേക്ക് വരും. അങ്ങനത്തെ ഒരു പടമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ടർബോ ജോസിന് നിങ്ങൾ കാണും. ടർബോ ജോസിന് വേണ്ടിയിട്ട് നമ്മൾ കാണണം. കാരണം ടർബോ ജോസ് അതിനുള്ള ആളുണ്ട്. ഈ പ്രായത്തിലും മമ്മൂക്ക നിങ്ങൾ മുത്താണ്.